ഈ കാണുന്നതാണ് നമ്മുടെ വല്ലൊരു ചുമന്ന വാഴ. ഈ കാണുന്നതാണ് നമ്മുടെ കിഴങ്ങ് താണ്ടി ഈ കാണുന്ന പടർന്ന് കിടക്കുന്നത്. ഇപ്പം 2 റോബസ്റ്റ് ഇപ്പോൾ ഉണ്ട്, പിന്നെ 3 റോബസ്റ്റ് ഇപ്പോൾ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് നമ്മളൊന്ന് പോകണം. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷമാണ് നമ്മുടെ കൃഷി സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വഴി. ഈ കാണുന്നതൊക്കെ നേരത്തെ നമ്മുടെ ഇവിടെ നെൽകൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം പിന്നെ ആരും നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇത് വെറുതെ കിടന്നാണ്ട് പോച്ചയൊക്കെ കയറി കിടക്കുകയാണ്. അപ്പം പരമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതായത് നടന്നു പോകുന്ന പാതയൊന്നും ഇല്ല. ഉള്ള ചെറിയ സ്പേസാണ്. അവിടെ ഈ പശുവൊക്കെ കയറിയിട്ട് പശുവൊക്കെ ചവിട്ടി ഫുൾ കുളമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ നോക്കിയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ താഴെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അവിടെ ചെളിയൊക്കെയാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ നേരെ നമ്മുടെ സൈറ്റിലോട്ട് പോയിട്ട് കൃഷി അവിടെ പോയിട്ട് അവിടെ കുറച്ച് വാഴ കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വയലിൽ, അതായത് ഈ കാണുന്ന വാഴകളൊക്കെ നിൽക്കുന്നത് ഫുള്ളൊന്നുമില്ല, കുറച്ച് മാത്രമേ. ഇവിടെ കുറച്ചും അപ്പുറത്ത് അങ്ങോട്ട് അതിൻ്റെ 2 സൈഡിൽ കാണുന്ന വേറെ ആൾക്കാരാണ് വസ്തു. നമ്മളിവിടെ നമ്മുടെ അപ്പൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരികയാണ്. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. വലയൊക്കെ കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ പന്നിയൊക്കെ വരും, അത് കയറാതിരിക്കാനാണ്. എന്നാലും പന്നി കുറേയൊക്കെ എടുത്ത് കളയും. അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന കുറച്ച് ചുമന്ന വാഴയുണ്ട്, പിന്നെ ഈ കാണുന്നതൊക്കെ സാധാ വാഴയാണ്, ഏത്ത വാഴയാണ്. ഇവിടെയൊക്കെ വാഴകളുണ്ടായിരുന്നു. ഇപ്പോൾ വാഴ എടുത്തിട്ട് രണ്ടാമതാണ്ട് ഇപ്പോൾ നമ്മുടെ കാച്ചിൽ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിരിക്കുകയാണ്. അവിടെ കുറച്ച് ചേനയുണ്ട്, പിന്നെ അതിനപ്പുറത്ത് കുറച്ച് കപ്പയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വയൽ. ഇപ്പോൾ ഇവിടെ കൃഷിയൊന്നുമില്ല, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വിളവൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതൊക്കെ പുതിയതായിട്ടൊക്കെ നടുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ കിഴങ്ങ് താണ്ടി ഈ കാണുന്ന പടർന്ന് കിടക്കുന്നത്. അപ്പം കുറച്ച് വാഴയുണ്ട്, വാഴ ഇടയ്ക്ക് കുറച്ച് ചീര നട്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചേന നട്ടിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മളിങ്ങനെ പന പോലെ കെട്ടിയിട്ട് കുറച്ച് കിഴങ്ങ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കിഴങ്ങിങ്ങനെ പടത്തിയിട്ട് വെറുതെ പടത്തി വിട്ടാൽ മതി, അധികം വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചാൾ നമ്മൾ വിളവെടുക്കും, അത്യാവശ്യം നമുക്ക് നല്ല വിളവ് കിട്ടും. നഷ്ടമൊന്നും കിട്ടാത്ത രീതി കുറച്ച് വിളവൊക്കെ കിട്ടും. പിന്നെ ഇവിടെയൊക്കെ ചേന ഇപ്പോൾ ഉണ്ട്, ഇവിടെ ചേന. പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം വാഴയാണ്. ആ സൈഡിൽ കുറച്ച് റോബസ്റ്റയുടെ വാഴ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം കപ്പയാണ്, അതായത് കപ്പ ഇവിടെ കുറച്ച് ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ വിളവെടുത്തതാണ്, അതായത് ഈ കാണുന്ന കപ്പയല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ കപ്പയാണ് വിളവെടുത്ത് ഉദ്ദേശിച്ചത്. ഈ കാണുന്ന ഒരു സാധാ ഒരു കൊലയാണ്, അത് ചെറിയ കൊല, പൂവനാണ്, പൂവൻ്റെ ചെറിയ കൊലയാണ്. ഇതൊക്കെ വെറുതെ നട്ടേക്കുവാണ് സൈഡിൽ വിത്തിന് വേണ്ടിയാണ്, അതായത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി. ഈ കാണുന്നതെല്ലാം ചുമന്ന വാഴയാണ്, അതായത് ഇതിൻ്റെ തണ്ടിലുള്ള ചുമന്ന കളറുണ്ട്. ഇത് റോബസ്റ്റയുടെ കൊലയാണ്, ഇത് ചെറിയ കൊലയാണ്. ഇതെല്ലാം നമ്മൾ വിളവെടുത്തിട്ട് അതിൻ്റെ വിത്ത് കണ്ട് ഈ കാണുന്ന ഒരു ചെറിയ വിത്ത് കിളിച്ച് വന്നിട്ട് അതിനകത്ത് കാ പിടിച്ചാണ്. അതാണ് കായ്ക്ക് കുറച്ച് വലിയ സൈസില്ലാതെ. ഈ കാണുന്നത് ചുമന്ന കൊലയാണ്. സൈഡിലൊക്കെ ചുമന്ന വാഴ കുറേ ഉണ്ട്. നമ്മൾ ചാക്കിട്ട് കെട്ടും, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ വവ്വാലടിക്കുന്നുണ്ട്. ഇവിടെ ഒരു റോബസ്റ്റ് ഇപ്പോൾ ഉണ്ട്. ഈ സൈഡിലും 2 റോബസ്റ്റ് ഇപ്പോൾ ഉണ്ട്, പിന്നെ 3 റോബസ്റ്റ് ഇപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചുമന്ന കൊലയുണ്ട് സൈഡിൽ. അത് കഴിഞ്ഞിട്ട് ഈ നിൽക്കുന്ന ഏത്ത വാഴയാണോ മൈസൂറേത്തനാണോ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഇതുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വയലിലെ കുറച്ച് കൃഷി, അതായത് ബാക്കി കൃഷിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വാഴയെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് സെറ്റായിട്ട് ചെയ്യുന്നതാണ്. അതായത് കപ്പ അതുപോലെ തന്നെ വാഴയെല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ 2 സൈഡിലും ഇപ്പം വാഴ നട്ടിട്ടുണ്ട്. ഇത് ഓണം ടൈമിലേക്ക് വിളവെടുക്കാൻ വേണ്ടിയാണ്, അതായത് ഓണമൊക്കെ ആകുമ്പോഴത്തേന് അതിനകത്ത് ഏത്തക്കൊല മേടിക്കുക, അതായത് ചിപ്സിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ കാണുന്ന കപ്പ ചെറുതാണ്, വിളഞ്ഞിട്ടൊന്നുമില്ല. കപ്പ വിളയുകയാണെങ്കിൽ അത് പറിക്കുന്ന വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കഴിയുകയാണ്. അതായത് നമ്മുടെ വയലിലെ കുറച്ച്, അതായത് അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അതായത് ഇപ്പോൾ ഓവറായിട്ട് കൃഷിയൊന്നും വരില്ല, അതായത് വലിയതായിട്ട് കൃഷിയൊന്നും ഇല്ല, ഉള്ള കൃഷി ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇനിയും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ, അതായത് ഈ കാണുന്ന കൃഷി വിളവെടുത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത വിളകളൊക്കെ നമ്മൾ നടും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതിന് നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും